നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രശസ്തനും മൂന്നാമനുമായിട്ടുള്ള അക്ബർ ചക്രവർത്തിയെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബാബറും അതുപോലെ ഹുമയൂണുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് മുഗൾ രാജാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും പഠിച്ചു പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അക്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അക്ബർ ചക്രവർത്തി 1556 മുതൽ 1605 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അക്ബർ ജനിച്ചത് അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അക്ബറിന്റെ മാതാവ് ഹമിദ ബാനു ബീഗമാണ്. ഹുമയൂണിന്റെ പുത്രനാണ് ആര്? അക്ബർ എന്ന് പറയുന്നത്. 1556 അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം അല്ലെങ്കിൽ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുന്നത്. അന്ന് അക്ബറിന്റെ രക്ഷിതാവും അതുപോലെ അധ്യാപകനും എന്ന് പറയുന്നത് ബൈറാം ഖാൻ ആയിരുന്നു. 18-ാം വയസ്സിൽ അക്ബർ പൂർണ്ണമായും അധികാരം ഏറ്റെടുക്കുകയും ബൈറാം ഖാനെ പിരിച്ചുവിടുകയും ചെയ്തു. അക്ബർ ബൈറാം ഖാന്റെ ഭരണം അവസാനിപ്പിച്ച വർഷം 1560 ഓക്കെ, അപ്പോ അക്ബർ ജനിച്ചത് എവിടെയാണ്? അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാബൂളിനൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അമർകോട്ട് എന്ന് പറയുന്നത്. അവിടെ ഹുമയൂണിന്റെയും ഹമിദ ബാനു ബീഗത്തിന്റെയും മകനായാണ് അക്ബർ ചക്രവർത്തി ജനിക്കുന്നത്. 1556 ഹുമയൂൺ ചക്രവർത്തി മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിലാണ് അക്ബർ ഏറ്റെടുക്കുന്നത്? ചക്രവർത്തി പദം ഏറ്റെടുക്കുന്നത്. അന്ന് അക്ബറിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചത് അദ്ദേഹത്തിന്റെ വളർത്തു പിതാവായിട്ടുള്ള ബൈറാം ഖാൻ ആയിരുന്നു. പിന്നീട് 18-ാമത്തെ വയസ്സായപ്പോഴേക്കും ബൈറാം ഖാനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് പിരിച്ചുവിടുകയും അക്ബർ ചക്രവർത്തി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ 1560 ബൈറാം ഖാന്റെ ഭരണം പൂർണ്ണമായും അക്ബർ അവസാനിപ്പിച്ചത്. 1556 മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഏതാണത്? 2-ാം പാനിപ്പത്ത് യുദ്ധം. 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ബാബറും അതുപോലെ ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നെങ്കിൽ 2-ാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് 1556 ഹെമുവും അക്ബറും തമ്മിലായിരുന്നു. ഇതിനെയാണ് 2-ാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. വർഷം ഏതാണ്? 1556 2-ാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1556 അക്ബർ ചക്രവർത്തി അധികാരം ഏറ്റെടുത്തതെന്ന്. കലനാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത്. സ്ഥലം മറന്നു പോകരുത്. കലനാവൂരിൽ വെച്ച് 1556 അക്ബർ ചക്രവർത്തി അധികാരം ഏറ്റെടുക്കുന്നത്. പിന്നീട് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. ഡെക്കാൻ എന്ന് പറയുന്ന പ്രദേശം, നമുക്കറിയാം ഡെക്കാൻ എവിടെയാണെന്ന്. ഡെക്കാൻ പ്രദേശം കീഴടക്കുന്നതിൽ ആദ്യം ശ്രദ്ധ ചെലുത്തിയ മുഗൾ രാജാവാണ് അക്ബർ എന്ന് പറയുന്നത്. അക്ബറും അതുപോലെ റാണ പ്രതാപും തമ്മിൽ ഹാൽദിഗട്ട് യുദ്ധം നടന്നത് 1576 അക്ബറും റാണ പ്രതാപും തമ്മിലാണ് ഹാൽദിഗട്ട് യുദ്ധം നടന്നിട്ടുള്ളത്. വർഷം 1576. റാണ പ്രതാപിനെ തോൽപ്പിക്കാൻ അക്ബറിനെ സഹായിച്ച രജപുത്ര സേന നായകനാണ് മാൻസിംഗ്. നിങ്ങൾ അക്ബറിന്റെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും മാൻസിംഗിനെ കുറിച്ച്. ആ മാൻസിംഗ് ആണ് ഈ റാണ പ്രതാപിനെ തോൽപ്പിക്കാൻ വേണ്ടി അക്ബറിനെ സഹായിച്ചിട്ടുള്ള രജപുത്ര നായകൻ എന്ന് പറയുന്നത്. 1586 മറ്റൊരു സംഭവ വികാസം നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ കാശ്മീരിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അപ്പൊ സാമ്രാജ്യത്തിന്റെ വിപുലീകരണം അതങ്ങനെ അത്യുന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് അക്ബറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഡെക്കാൻ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ 1586 അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു നടപടി എന്ന് പറയുന്നത് കാശ്മീരിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തതാണ്. ഈ റാണ പ്രതാപ് എന്ന് പറയുന്നത് ശരിക്കും ഒരു രജപുത്ര രാജാവാണ്. വളരെ ധീരനായിട്ടുള്ള ഒരു രജപുത്ര രാജാവാണ് റാണ പ്രതാപ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ചേതക് എന്ന് പറയുന്നത്. ചില കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. റാണ പ്രതാപിന്റെ കുതിരയുടെ പേരെന്താണെന്ന്. അപ്പൊ ചേതക് എന്നാണ് ആ ഒരു കുതിരയുടെ പേര്.
അക്ബറിന്റെ പ്രിയമിത്രവും കവിയുമായ അബുൾ ഫൈസി അന്തരിച്ചത് 1595 അക്ബറിന്റെ പ്രധാനപ്പെട്ട 2 മിത്രങ്ങൾ അല്ലെങ്കിൽ കൊട്ടാരം ചരിത്രകാരനും കൊട്ടാരം കവിയുമായിരുന്ന സഹോദരങ്ങളായിട്ടുള്ള അബുൾ ഫൈസിയും അതുപോലെ അബുൾ ഫസലും. അതിൽ അബുൾ ഫൈസി എന്ന് പറയുന്ന ആള് മരണമടയുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് 1595. ലീലാവതി എന്ന കൃതി പേർഷ്യയിലേക്ക് തർജ്ജമ ചെയ്തത് ഈ പറയുന്ന അബുൾ ഫൈസി ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അബുൾ ഫൈസി എന്ന് പറയുന്നത് അക്ബറിന്റെ പ്രിയമിത്രവും കൊട്ടാരത്തിലെ കവിയുമായിരുന്നു. അദ്ദേഹമാണ് ലീലാവതി എന്ന് പറയുന്ന സംസ്കൃത കാവ്യം പേർഷ്യയിലേക്ക് തർജ്ജമ ചെയ്തത്. അക്ബറിന്റെ കൊട്ടാരം ചരിത്രകാരനായിട്ടുള്ള അബുൾ ഫസലിനെ വധിച്ചത് അക്ബറിന്റെ മകനായിട്ടുള്ള ജഹാംഗീർ ആണ്. അപ്പോൾ ജഹാംഗീർ വധിച്ചിട്ടുള്ള അക്ബറിന്റെ കൊട്ടാരം ചരിത്രകാരൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അബുൾ ഫസൽ ആണ്. മാറിപ്പോരുത്. അബുൾ ഫൈസി എന്ന് പറയുന്നത് കവിയും അബുൾ ഫസൽ ചരിത്രകാരനുമാണ്. അക്ബറിന്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് അക്ബർനാമ എന്ന് പറയുന്നത്. നമ്മൾ ബാബറിന്റെ ഓട്ടോബയോഗ്രഫി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, തസൂക്കി ബാബരി എന്ന് പറയുന്നത്. അതുപോലെ ഹുമയൂണിന്റെ ബയോഗ്രഫി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹുമയൂൺ നാമ, ഗുൽബദൻ ബീഗം എഴുതിയിട്ടുള്ള ഹുമയൂൺ നാമ. അതുപോലെ അക്ബറിന്റെ ഒരു ജീവചരിത്ര കൃതിയാണ് അക്ബർനാമ എന്ന് പറയുന്നത്. ആ കൃതി രചിച്ചത് അദ്ദേഹത്തിന്റെ കൊട്ടാരം ചരിത്രകാരനായിട്ടുള്ള അബുൾ ഫസൽ ആയിരുന്നു. അതുപോലെ അക്ബർ സ്ഥാപിച്ചിട്ടുള്ള ഒരു മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. എല്ലാ ആളുകളെയും, അതായത് ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാർവത്രിക മതം എന്ന രീതിയിൽ അക്ബർ സ്ഥാപിച്ചിട്ടുള്ള ഒരു മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. അതുപോലെ ഇലാഹി കലണ്ടർ, അക്ബർ ആരംഭിച്ചിട്ടുള്ള ഒരു കലണ്ടറാണ് ഇലാഹി കലണ്ടർ എന്ന് പറയുന്നത്. തമ്മിൽ മാറിപ്പോരുത്. ദിൻ ഇലാഹി എന്ന് പറയുന്നത് മതവും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള കലണ്ടറാണ് ഇലാഹി കലണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസം എന്ന് പറയുന്നത് ജസിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജസിയ എന്താണെന്ന്. അതൊരു മതനികുതിയാണ്. മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതങ്ങളുള്ള ആളുകളോട് പിരിക്കുന്ന ഒരു നികുതിയാണ് ജസിയ എന്ന് പറയുന്നത്. ആ മതനികുതി നിർത്തലാക്കിയ മുഗൾ രാജാവാണ് അക്ബർ ചക്രവർത്തി എന്ന് പറയുന്നത്. വർഷം 1564. മറന്നുപോകരുത്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അത് അക്ബർ ചക്രവർത്തിയാണ്. 1605 ഒക്ടോബർ 17 ആഗ്രയ്ക്കടുത്തുള്ള സിക്കിന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അക്ബർ മരണപ്പെടുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ടോംബ് അല്ലെങ്കിൽ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും ഈ പറയുന്ന സിക്കിന്ദ്രയിലാണ്. അപ്പൊ ഏതാണ് വർഷം? 1605 ഒക്ടോബർ 17 അക്ബർ ചക്രവർത്തി മരണപ്പെട്ടത്. ഇനി അക്ബറിന്റെ കൊട്ടാരത്തിൽ നവരത്നങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ നവരത്നങ്ങൾ എന്ന് പറയുന്നത് കലാ സാഹിത്യ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുടെ ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നവരത്നങ്ങൾ എന്ന് പറയുന്നത്. അവർ 9 പേരുള്ളത് കൊണ്ടാണ് അതിനെ നവരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് ചില കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങൾ ആരൊക്കെയായിരുന്നു എന്നത്. അത് ബീർബൽ, തോഡാർമൽ, താൻസൻ, അബുൾ ഫസൽ, അബുൾ ഫൈസി, അബ്ദുൾ റഹീം ഗാനി ഖാൻ, രാജ മാൻസിംഗ്, ഹാമി പോലെ ഷെയ്ഖ് മുബാറക്. മാറിപ്പോവരുത്. ഇത് പല എക്സാമിനേഷൻസിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന്. ബീർബൽ, തോഡാർമൽ, താൻസൻ, അബുൾ ഫസൽ, അബുൾ ഫൈസി, അബ്ദുൾ റഹീം ഗാനി ഖാൻ, രാജ മാൻസിംഗ്, ഹാമി ഹുമാം, ഷെയ്ഖ് മുബാറക്. ഇവരാണ് അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ചുവന്ന കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. അക്ബറിന്റെ കാലഘട്ടത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹം നിർമ്മിച്ച ഈ നിർമ്മിതികളെല്ലാം തന്നെ ചുവന്ന കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് എന്നാണ്. അപ്പോൾ ചുവന്ന കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ഒരു നഗരമാണ്. അക്ബർ സ്ഥാപിച്ചിട്ടുള്ള ഒരു നഗരമാണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. അതുപോലെ ഇബാദത്ത് ഖാന, അതും പണി കഴിപ്പിച്ചത് അക്ബർ തന്നെയാണ്. ജഹാംഗീർ ആണ് അക്ബറിന്റെ ശവകുടീരം സിക്കിന്ദ്രയിൽ നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞു 1605 ഒക്ടോബർ 17 സിക്കിന്ദ്രയിൽ വെച്ചാണ് അക്ബർ ചക്രവർത്തി മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ ടൂംബ് അഥവാ ശവകുടീരം നിർമ്മിച്ചത് മകനായിട്ടുള്ള ജഹാംഗീർ ആണ്. അതെവിടെയാണ്? സിക്കിന്ദ്രയിൽ തന്നെയാണ്. ഇനി പറയാനായിട്ട് പോകുന്നത് അക്ബറിന്റെ സദസ്സിൽ ജീവിച്ചിരുന്ന കുറച്ച് പണ്ഡിതന്മാരെ കുറിച്ചാണ്.
അതിൽ ആദ്യത്തെ ആളാണ് തുളസീദാസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തുളസീദാസ്, കബീർ എന്നൊക്കെ പറയുന്ന. അപ്പോൾ ആ തുളസീദാസ് ജീവിച്ചിരുന്നത് അക്ബറിന്റെ സദസ്സിലായിരുന്നു. അക്ബറിന്റെ സദസ്സിലെ ഒരു പ്രശസ്ത കവിയും കൂടിയായിരുന്നു ഈ പറയുന്ന തുളസീദാസ്. അക്ബറിന്റെ കൊട്ടാരത്തിലെ സംഗീതകാരനായിരുന്നു താൻസൻ എന്ന് പറയുന്നത്. ഈ താൻസന്റെ ശരിയായ പേര് എന്ന് പറയുന്നത് റാം താണു പാണ്ഡെ ആയിരുന്നു. അപ്പോൾ റാം താണു പാണ്ഡെ അല്ലെങ്കിൽ താൻസൻ എന്ന് പറയുന്ന സംഗീതകാരൻ ജീവിച്ചിരുന്നത് അക്ബറിന്റെ കൊട്ടാരത്തിലായിരുന്നു. ഒരു എക്സാമിന് ചോദിച്ചു കണ്ടതാണ്, റാം താണു പാണ്ഡെ എന്ന് പറയുന്നത് ആരുടെ ശരിയായ നാമമാണ്. അപ്പോൾ താൻസന്റെ ശരിയായ നാമമാണ് റാം താണു പാണ്ഡെ എന്ന് പറയുന്നത്. സുരസാഗരം രചിച്ചത് അക്ബറിന്റെ കൊട്ടാരത്തിലെ അന്ധകവിയായിരുന്ന സൂർദാസ് ആണ്. ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ സാഹിത്യ കൃതികളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ സൂർദാസ് എന്ന് പറയുന്ന അന്ധകവിയാണ് സുരസാഗരം എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതും എവിടെയായിരുന്നു? അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു. ഗുജറാത്ത് കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അക്ബർ ബുലന്ദ് ദർവാസ നിർമ്മിച്ചത്. ബീർബൽ, ഞാൻ നേരത്തെ പറഞ്ഞു നവരത്നങ്ങളിൽ പെടുന്ന ഒരാളാണ് ബീർബൽ എന്ന് പറയുന്നത്. ആ ബീർബലിന്റെ യഥാർത്ഥ നാമം മഹേഷ് ദാസ് എന്നായിരുന്നു. അപ്പൊ മഹേഷ് ദാസ് എന്ന യഥാർത്ഥ നാമമുള്ള അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബീർബലാണ്. 1581 അക്ബർ പരാജയപ്പെടുത്തിയ മാൾവയിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാസ് ബഹദൂർ ആണ്. ഇനി മൻസബ്ദാരി സമ്പ്രദായം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മൻസബ്ദാരി സമ്പ്രദായം എന്താണെന്ന്? അത് നടപ്പിലാക്കിയ മുഗൾ ചക്രവർത്തിയും അക്ബർ ചക്രവർത്തി തന്നെയാണ്. അക്ബറിന്റെ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെടുന്നത് സപ്തി എന്ന പേരിലാണ്. അപ്പൊ സപ്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഭൂനികുതി സമ്പ്രദായമാണ്. ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ് സപ്തി എന്ന് പറയുന്നത്. വൻതോതിൽ ഭവന നിർമ്മാണം നടത്തിയിട്ടുള്ള ആദ്യത്തെ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. അക്ബർ നിർമ്മിച്ച തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുവന്ന കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഇനി ഈ ഫത്തേപൂർ സിക്രിയിൽ ഒരുപാട് കെട്ടിടങ്ങൾ അക്ബർ നിർമ്മിച്ചിട്ടുണ്ട്. അവയാണ് ബുലന്ദ് ദർവാസ, ജോധാബായ് പാലസ്, പഞ്ച്മഹൽ എന്നിവ. ഏതൊക്കെയാണ്? ബുലന്ദ് ദർവാസ, ജോധാബായ് പാലസ്, പഞ്ച്മഹൽ. ഇവ കാണപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫത്തേപൂർ സിക്രിയാണ്. അക്ബർ നിർമ്മിച്ചിട്ടുള്ള ഒരു നഗരമാണ് ഫത്തേപൂർ സിക്രി. അക്ബറിന്റെ ആരാധ്യ പുരുഷനായ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നതും ഈ പറയുന്ന ഫത്തേപൂർ സിക്രിയിൽ തന്നെയാണ്. അക്ബറിന്റെ ആരാധ്യ പുരുഷൻ അല്ലെങ്കിൽ ഗുരുവാണ് ഷെയ്ഖ് സലീം ചിസ്തി എന്ന് പറയുന്നത്. സൂഫിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് ഈ ഷെയ്ഖ് സലീം ചിസ്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരവും ഉള്ളത് ഈ പറയുന്ന ഫത്തേപൂർ സിക്രിയിലാണ്. ഇനി ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അഗസ്ത്യൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ബറിന്റെ കാലഘട്ടമാണ്. നമ്മൾ നേരത്തെ കുറെ കവികളെ കുറിച്ച് പറഞ്ഞില്ലേ? തുളസീദാസ്, സൂർദാസ്, അതുപോലെ താൻസൻ. അപ്പൊ ഇവരൊക്കെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള കവികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം, അക്ബറിന്റെ കാലഘട്ടത്തിനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അഗസ്ത്യൻ കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. അക്ബറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മതമാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത്. മാറിപ്പോയത് അക്ബറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അന്യ മതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ക്രിസ്തു മതമാണ്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു എന്ന ചോദ്യത്തിനും ഉത്തരം എന്ത് തന്നെയാണ്? അക്ബർ ചക്രവർത്തി ആയിരുന്നു എന്ന് തന്നെയാണ്. അക്ബറിന്റെ സാമ്രാജ്യത്തിന് 12 സുബകൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. അതുപോലെ അലഹാബാദ് നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എവിടെയാണ്? ഉത്തർപ്രദേശിലെ. ഈ അലഹാബാദ് നഗരം പണി കഴിപ്പിച്ചതും അക്ബർ ചക്രവർത്തി തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അക്ബറുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരുപാട് വിവരങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.